കാസർഗോഡ് ബട്ടംപാറയിൽ ഡോക്ടറെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഹൃദയാഘാതമാണെന്ന് പ്രാഥമിക നിഗമനം. മഞ്ചേശ്വരം വോർക്കാടി സ്വദേശിയായ ഡോക്ടർ രാജേന്ദ്ര ഷെട്ടിയെ കഴിഞ്ഞ ദിവസമാണ് കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം വോർക്കാടി സ്വദേശിയായ ഡോക്ടർ രാജേന്ദ്ര ഷെട്ടിയെ കാസർഗോഡ് ബട്ടംപാറയിലെ കൃഷ്ണ തിയേറ്ററിന് സമീപമുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിലെ കുളിമുറിയിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ പരിസരവാസികളെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹത്തിന് ഏതാനും ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം ബുധനാഴ്ച തന്നെ സംസ്കരിച്ചു. ഡോക്ടറുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണത്തിന്റെ കൃത്യമായ സമയവും കാരണവും വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. അവിവാഹിതനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര ഷെട്ടി കഴിഞ്ഞ 16 വർഷമായി ബട്ടംപാറയിലെ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. കാസർഗോഡ് കിംസ് ആശുപത്രിയിലും ചെങ്കള സഹകരണ ആശുപത്രിയിലും ദീർഘകാലം ഡോക്ടറായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലായിരുന്നു. പരേതരായ സീതാരാമ ഷെട്ടിയുടെയും സുന്ദരി ഷെട്ടിയുടെയും മകനാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.